ശ്രീരാമൻ വനവാസത്തിന് പോകുന്നതറിഞ്ഞ് സങ്കടപ്പെടുന്ന പുരവാസികളെ വാമദേവ മഹർഷി സാമോദം രാമാവതാര രഹസ്യം അറിയിക്കുന്നു. ശ്രീരാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരവും ലക്ഷ്മണൻ അനന്തൻ്റെയും സീതാദേവി മായാദേവിയാണ്. സത്വഗുണ പ്രധാനനാണ് മഹാവിഷ്ണു. വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് രജോഗുണ പ്രധാനനായ ബ്രഹ്മാവ്, ബ്രഹ്മാവിൻ്റെ ഭ്രൂമധ്യത്തിൽ നിന്ന് ശിവൻ, ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നു. വിഷ്ണു രക്ഷിക്കുക എന്ന കർമ്മം ചെയ്യുന്നു. സംഹരിക്കുക എന്ന കർമ്മം ശിവനും അനുഷ്ഠിക്കുന്നു. സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളുടെ ലയമാണ് ലോകം. ഭക്താഗ്രേസരനായ മനുവിൻ്റെ ഭക്തിയിൽ പ്രസാദിച്ചാണ് ഭഗവാൻ മത്സ്യമായി അവതരിച്ചത്. ബ്രഹ്മാവ് വേദം ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഹയഗ്രീവൻ എന്ന അസുരൻ ബ്രഹ്മസന്നിധിയിൽ നിന്നു വേദങ്ങൾ മോഷ്ടിച്ചുകൊണ്ടു സമുദ്രത്തിൽ പോയി ഒളിച്ചു. അവനിൽ നിന്നു വേദങ്ങൾ വീണ്ടെടുക്കുന്നതിനാണ് വിഷ്ണു ഭഗവാൻ മത്സ്യമായി അവതരിച്ചത്. ആ വിഷ്ണു ഭഗവാനാണ് ഈ ശ്രീരാമൻ. പാലാഴി മഥനം നടക്കുമ്പോൾ മന്ദരപർവ്വതം ആഴിയിൽ ആണ്ടുപോയി. അപ്പോഴാണ് വിഷ്ണു ഭഗവാൻ കൂർമ്മമായി അവതരിച്ചത്. ഹിരണ്യാക്ഷൻ എന്ന അസുരൻ തൻ്റെ ഗദ കൊണ്ട് തിരമാലകളെ താടനം ചെയ്തു സമുദ്രത്തെ ഇളക്കി മറിച്ചു. അപ്പോൾ വരുണദേവൻ ഭയചകിതനായി മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. പന്നിയുടെ രൂപമെടുത്ത് മഹാവിഷ്ണു സമുദ്രഭാഗത്തെത്തിയപ്പോൾ ഹിരണ്യാക്ഷൻ ഭൂലോകം കയ്യിലെടുത്തു കൊണ്ട് പാതാളത്തിലേക്ക് പലായനം ചെയ്തു. ഭഗവാൻ അവിടെയെത്തി ഹിരണ്യാക്ഷനെ വധിക്കുകയും ഭൂലോകം വീണ്ടെടുക്കുകയും ചെയ്തു. പ്രഹ്ലാദനെ പരിപാലിക്കാനും ഹിരണ്യകശിപുവിൻ്റെ ഹിംസയിൽ നിന്നു ലോകത്തെ രക്ഷിക്കാനായുമാണ് ഭഗവാൻ നരസിംഹമായി അവതരിച്ചത്. രാമസീതാ തത്വം. രാമനെ ചിന്തിച്ചു ദുഃഖിയായി ഗാരുമേ, കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ. ചിത്തം തെളിഞ്ഞു കേട്ടിടുവീനേവരും, രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു. താമര സാക്ഷനാം ആദിനാരായണൻ, ലക്ഷ്മണനായതാനന്ദൻ ജനകഥ. ലക്ഷ്മി ഭഗവതി ലോകമായ പരാ, മായാഗുണങ്ങളെ താനവലംബിച്ചു കായഭേദം ധരിക്കുന്നിതാത്മാപരൻ. രാജസമായ ഗുണത്തോടു കൂടവേ രാജീവസംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി. ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചു കൊള്ളുന്നതീശ്വരൻ. ആദ്യൻ അജൻ പരമാത്മാവു സാദരം, രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി
അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവസ്വതമനു ഭക്തിപ്രസന്നനായി ദേവൻ മകരാവതാരം അനുഷ്ഠിച്ചു. വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവിനാക്കി കൊടുത്തതീ രാഘവൻ. പാതോനിധി മദനെ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതോ നേരം നിഷ്ഠുരമായൊരു കൂർമാകൃതി പൂണ്ടു പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചതീ രാഘവൻ. ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്നു ദൃഷ്ടിയായി തേറ്റമേൽ തോണിയെ പൊങ്ങിച്ചു. കാരണവാരിധി തന്നിൽ കളിച്ചതും കാരണപുരുഷനാകുമീ രാഘവൻ. നിർഹ്ലാദമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ടു ഘോരനായൊരു ഹിരണ്യകശിപുതൻ വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരനിവൻ.